നിങ്ങൾക്കറിയാവോ എൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്നറിയാം? ഇത് നമ്മളെ ഫുഡിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ പേരാണ് ഏലക്ക. ഈ ഏലക്ക എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വാ എൻ്റെ കൂടെ. ഈ കാണുന്നതാണ് ഏലക്കാട്. ഏലക്കാട്ടിനകത്ത് ഇങ്ങനെ പല ടൈപ്പിലുള്ള ഏലങ്ങൾ വളർത്തുന്നുണ്ട്. ഏലത്തിന് എന്നും പണി ആവശ്യമാണ്. ഓരോ ദിവസവും ഇതിന് ഓരോ പണിയുണ്ട്. സമയത്തിന് മരുന്നടിക്കണം, സമയത്തിന് വളവിടണം. മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കുത്തി വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കണം. മരങ്ങൾ കണ്ടോ, മരങ്ങൾ നമുക്കൊരു ഫിൽറ്റർ പോലെ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ നമുക്ക് സൂര്യപ്രകാശം ഇങ്ങോട്ട് വരാനും പാടില്ല, എന്നാൽ അത്യാവശ്യം സൂര്യപ്രകാശം വേണമെന്നാണ്. അപ്പം മരങ്ങളൊക്കെ വെട്ടി ഒരുക്കി സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിൽ നിർത്തും. എന്നാൽ ഒരു ചെറിയ തണലും വേണം. ഷെയ്ഡിന് വേണ്ടിയാണ് ഇതുപോലത്തെ വട്ടമരവും അതുപോലത്തെ ചൂളമരവും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. ഈ ഏലക്കാട്ടിലെ മരങ്ങളിൽ ഇഷ്ടം പോലെ പക്ഷികളും അണ്ണാനും ഒക്കെ ഉണ്ട്. പിന്നെ കാട്ടുപന്നിയുടെ ശല്യം ധാരാളമുണ്ട്. കാട്ടുപന്നി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മൂടൊക്കെ കുത്തി മറിച്ച് കളയും. ഈ ജീവികളെയൊക്കെ മാറ്റി ഇതൊക്കെ വിളയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പെട്ട പണിയാണ്. ഇങ്ങനെയാണ് ഏലച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ മൂടായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അത് തട്ടയാണ് വെച്ച് പിടിപ്പിക്കുന്നത്. ഇതിനാണ് തട്ട എന്ന് പറയുന്നത്. ഈ തട്ട നമുക്ക് പറിച്ചു മാറ്റി വേറെ മൂടാക്കി നടുകയും ചെയ്യാം. അപ്പൊ അതിന്റെ മൂട്ടിൽ നിന്ന് പല തൈകൾ ഇങ്ങനെ കിളുത്തു വരികയും ചെയ്യും. അതിന്റെ ഇടയിൽ കൂടെ വരുന്നതാണ് ഇതാണ് ചരവെന്ന് പറയുന്നത്. ഇതിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഇതാണ് ചരത്തേൽ ഇങ്ങനെ ഏലക്ക ഉണ്ടാകുന്നത്. ഇത് പിഞ്ചു കായാണ്, ഇത് വലിയ കായ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള കായാണ്. നല്ല വലിപ്പമുള്ള കായാണല്ലോ ഇതിന് നല്ല വില കിട്ടുന്നത്. എ ഗ്രേഡും ബി ഗ്രേഡും സി ഗ്രേഡും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് അസുഖമൊക്കെ വന്ന് ഈ ചൊറുക്കായൊക്കെ ആവുകയാണെങ്കിൽ ഇതിന് വലിയ വിലയൊന്നും കിട്ടത്തില്ല. അപ്പം ഏലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക ക്ലൈമറ്റ് തന്നെ ഇവിടെ വേണം. ഒരു 20-25 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് കായൊന്നും ഉണ്ടാകത്തില്ല. ചൂട് കൂടിയാലും പ്രശ്നമാണ്, മഴ കൂടിയാലും പ്രശ്നമാണ്. രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കണം. അപ്പോൾ ചൂട് കൂടുമ്പോൾ തട്ട മുഴുവൻ ഉണങ്ങിപ്പോവും, ഇതിൻ്റെ ഇലയെല്ലാം ഉണങ്ങും. അതുപോലെ തന്നെ മഴ കൂടിയാൽ ഇതിൻ്റെ വേരും ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ചെയ്യാൻ തുടങ്ങും. അതും വലിയ ബുദ്ധിമുട്ടാണ്. അതിന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ സ്പ്രിങ്ക്ലറൊക്കെ വെച്ച് വെള്ളമടിച്ച് നമ്മൾ ഈ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. ഇത് നല്ല ചിലവാണ്. പിന്നെ സമയാസമയങ്ങളിൽ ഇതിന് പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചൂട്ടിലെ ചവറെല്ലാം മാറ്റി ഈ മണ്ണെല്ലാം വാരി മുകളിലോട്ടിട്ട് നല്ല ലെവലാക്കി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മഴക്കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. മഴക്കുഴി എടുത്ത് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് ഇതിനടിയിൽ വെള്ളം കിട്ടുന്ന രീതിയിൽ. അതുപോലെ ഈ ചപ്പും ചവറും എല്ലാം ഇതുപോലെ വാരിയിട്ട് കുഴിക്കകത്തിട്ട് സെറ്റ് ചെയ്തിട്ടേക്കും. മഴ പെയ്യുമ്പോൾ ഇവൻ ആ വെള്ളം അവിടെ ഇറങ്ങി വളമായിക്കോളൂ. ഇതെല്ലാം അങ്ങനെ ഈ ചപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ കൂടുതൽ ചപ്പും ചവറും ഇതിൻ്റെ മൂട്ടി കിടന്നു കഴിഞ്ഞാൽ ഇതിന് ഫംഗസൊക്കെ പിടിക്കും. നല്ല രീതിയിൽ കെയർ ചെയ്താലോ ഏലത്തിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാകത്തുള്ളൂ. കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും ഇവിടുത്തെ കൃഷിയൊക്കെ. കൂടുതൽ ചൂടായാലും കൂടുതൽ തണുപ്പായാലും ഇതിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാ കിട്ടും. അല്ലെങ്കിൽ എന്നാ പറഞ്ഞത്, ഇത് പൂത്ത് കഴിയുമ്പോഴത്തേക്കും ചൂട് കൂടിക്കഴിഞ്ഞാൽ പൂവെല്ലാം പൊഴിഞ്ഞു പോകും. മഴ കൂടുതൽ പെയ്ത് കഴിഞ്ഞാൽ പൂ ചീഞ്ഞു പോകും. അപ്പം ഇതൊക്കെ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ ഇതിന് പ്രത്യേക ടെമ്പറേച്ചർ തന്നെയാണ്. ഏലക്ക വിളവെടുക്കാറാകുമ്പോൾ അതെങ്ങനെയാണ് ചെടിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും അതെങ്ങനെയാണ് പറിച്ച് ഉണക്കി നമ്മളുടെ കയ്യിലേക്ക് വരുന്നതെന്നുമുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട.